സ്വീകൃത്തുമദ്യകുസുമായുധഖേലനാർത്ഥം രുജുക്തവാനഹമജീവകുതൂഹലേന. അങ്ങ് താമ്പൂലം നമ്മൾ പൂർവാചാര വിധി പ്രകാരം ഇതിലേക്ക് താമ്പൂലം സ്വീകരിക്കുന്നുള്ളത് ചടങ്ങ് നമ്മൾ നടത്തിയത്. ഈ താമ്പൂലം നമ്മൾ വാങ്ങിക്കുമ്പോൾ സാധാരണ നമ്മുടെ ഇവിടെ ഒരു വിഷയമല്ലെങ്കിലും ഈ താമ്പൂല പ്രശ്നാദികളിൽ നമ്മൾ ഈ താമ്പൂല സംഖ്യ നോക്കിയിട്ട് അതിന്റെ ലക്ഷണം പറയുന്ന രീതിയുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ പറയാ സാധാരണ? എങ്കിലും അവര് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷം നമുക്കൊരു പ്രധാനപ്പെട്ട വിഷയമല്ല. എങ്കിലും അതിൽ ഞാൻ മനസ്സിലാക്കിയത് പറയാം. താമ്പൂലത്തിന്റെ എണ്ണം അല്ലേ താങ്കൾ ചോദിച്ചത്? താമ്പൂലമേകം ദുഃഖായ ഒന്നാണെങ്കിൽ ദുഃഖത്തെ പറയണം. പറയാം ദ്വിതീയം ദുധനക്ഷയം തൃതീയം ദുവിനാശായ ചതുപഞ്ചശുഭാവഹം. ഒരു പ്രമാണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു താമ്പൂലത്തെ കൊടുക്കുമ്പോൾ ദുഃഖഫലത്തെ പറയണമെന്നും, ദ്വിതീയം ധനക്ഷയത്തെ രണ്ടാമത് കൊടുക്കുന്നതെങ്കിൽ ധനക്ഷയത്തെ പറയണമോ, തൃതീയം മൂന്നാണ് കൊടുക്കുന്നതെങ്കിൽ താമ്പൂലമേകം ദുഃഖായ ദ്വിതീയ ചതുപഞ്ചശുഭാവം 4-5 കൊടുത്താൽ ശുഭഫലത്തെ പറയണമെന്നും ഒരു പ്രമാണമുണ്ട്. താമ്പൂലം നമ്മളിപ്പോ പറയുന്ന രീതിയിലല്ല. താമ്പൂലം പ്രശ്നം നടന്നപ്പോ ആ താമ്പൂലം സംഖ്യയെ ചില ക്രിയകളൊക്കെ ചെയ്ത് നമ്മൾ കണക്കാക്കാൻ